ഹലോ കൂട്ടുകാരെ, നമ്മളിത് നാടൻ പട്ടിക്കുട്ടിയുടെ കുറച്ച് ട്രെയിനിങ് ആണ് കാണാൻ പോകുന്നത്. ഫെച്ച്, ബോൾ എടുക്കാൻ പഠിപ്പിക്കുക, പത്രം എടുക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള കമാൻഡുകളാണ്. അങ്ങനെയുള്ള കമാൻഡുകളിലോട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് നമ്മുടെ നാടൻ പട്ടിക്കുട്ടി ഡയന അവിടെ റെഡിയാണ്. പപ്പിക്കുട്ടി സൈഡിലുണ്ട്, ഞാൻ റെഡിയാണ്. ഞാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിങ്ങിലോട്ട് പോകാം. ഞാൻ ഈ പുല്ല് ചുമന്നുകൊണ്ടായി ഈ നമ്മുടെ മാളുവിനും കുട്ടനും കൊടുക്കട്ടെ. അപ്പോഴത്തേനും നിങ്ങൾ ഈ ട്രെയിനിങ് കൂടി കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മളിന്ന് നാടൻ പട്ടിയുടെ ഫെച്ചാണ് കാണാൻ പോണത്. ഇപ്പോൾ ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം എടുത്തുകൊണ്ട് വരുമോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സാധനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനം എടുത്തുകൊണ്ട് വരുമോ, അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നിടത്തോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നാടൻ പട്ടിയിലാണ് ചെയ്യുന്നത്, നമ്മുടെ ഡയനയിലാണ് ചെയ്യുന്നത്. പപ്പിക്കുട്ടൻ്റെ ഫെച്ചും അവൻ ന്യൂസ് പേപ്പർ എടുക്കുന്നതെല്ലാം പണ്ട് നേരത്തെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കൊരു ചെറിയ പരിചയക്കുറവാണ്. നമ്മൾ ഈ ഒരു ഇതുണ്ടോ, ഈ കോട്ടൺ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടീനെ ആദ്യം ഇതിലോട്ട് അട്രാക്റ്റഡ് ആക്കണം. ഈ സാധനം അതിന് വേണം എന്ന് തോന്നണം, എങ്കിലേ ഇതിപ്പോൾ എടുക്കത്തുള്ളൂ. നമ്മൾ എറിയുമ്പോൾ ഇത് കാണിച്ച് നമ്മൾ അവരെ കൊതിപ്പിക്കണം. കൊടുക്കില്ല പക്ഷേ. അപ്പോൾ ഇത് വേണം വേണം വേണമെന്നൊരു വിറ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കാണിക്കാതെ കണ്ടോ, ആ ഒരു ശുഷ്കാന്തി വന്നു കഴിഞ്ഞ ശേഷം നമ്മളിത് എറിയുവാണെങ്കിൽ എവിടെയാണോ പോയി ചാടുന്നത് അവിടെ പോയി ഇത് കടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ കടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അവരുടെ പേര് വിളിച്ച് ഇങ്ങോട്ട് വരുത്തുക. അപ്പോൾ പേര് വിളിക്കുന്ന കമാൻഡും വിളിച്ചാൽ വരുന്നതിൻ്റെയൊക്കെ ട്രെയിനിങ് ആദ്യം കൊടുത്ത് വെക്കുന്നതായിരിക്കും ഇത് ചെയ്യുമ്പോൾ നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയനയുടെ ട്രെയിനിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഈ സാധനം എറിഞ്ഞിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കാം. ഇതിന് പകരം നിങ്ങൾക്കൊരു ചകിരിത്തൊണ്ടോ ടോയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഉണ്ടോ, ഇവർക്ക് ഭയങ്കര അറ്റൻഷനായി, സാധനം അവർക്ക് വേണം. പപ്പിക്കുട്ടൻ ഓൾറെഡി ഇപ്പോൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവനെല്ലാം നമുക്ക് ചെയ്യിക്കണ്ടേ, നമുക്ക് ഡയനയാണ് ചെയ്യിക്കണ്ടേ. എന്നാലും ഞാനൊന്ന് പിടിച്ചോട്ടെ. അയ്യോ, എടുത്തുണ്ടോ ആ മിടുക്കൻ കണ്ടോ. പപ്പിക്കുട്ടൻ മിടുക്കനാ. അവിടെ ഇരിക്കുക, സിറ്റ് ഡ്രോപ്പ് ഉണ്ടോ. പപ്പിക്കുട്ടൻ മിടുക്കനാണ്. അതുപോലെ തന്നെ ഡ്രോപ്പ് എന്നുള്ള കമാൻഡ് അതും പപ്പിക്കറിയാം. കടിച്ചെടുത്തേക്കുന്നവൻ വിടും, റിലീസ് ചെയ്യണമെങ്കിൽ ഡ്രോപ്പ് പറയണം. ആവശ്യമായി പുള്ളിക്ക് അങ്ങോട്ട് കയറി ആ ക്യാരക്ടറും കയറിപ്പോയി. ഇനി കഥാപാത്രത്തിന് വെളിയിൽ വരാൻ പുള്ളി കുറേ സമയമെടുക്കും. എന്നാലും നമുക്ക് ഡയനെ വിളിക്കാം. പപ്പിക്കൂടെ എടുത്തോണ്ടോന്നല്ലേ. ഇതാ പാർലേജി ബിസ്ക്കറ്റ് ഒരു പീസ് കൊടുക്കാം. ബിസ്ക്കറ്റ് ഒത്തിരി കൊടുക്കുന്നത് ചെല്ലാട്ടോ, ഡോഗ് ഫുഡൊന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പം ഇറച്ചി കഷ്ണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക ചെറുതായിട്ട്. ഇപ്പോൾ ഡയനയോടെ അപ്പി തന്നെ കയറുന്നേ. അപ്പോൾ അവിടെ പോയിരിക്കുക ഡയന. എന്നാ അപ്പി അവിടെ പോയിരിക്കുക. പപ്പി തന്നെ കയറിയിരിക്കുക. ബാ അവിടെ വാ, അപ്പി വാ അവിടെ തന്നെ. സിറ്റ് വെയിറ്റ് ഡയന ബാ എന്നാ. ഇതാ അപ്പോൾ അവൾക്ക് ഇതിനകത്തോട്ട് ഇത് വേണം എന്നുള്ളൊരു സംഭവം വന്നു കേട്ടോ. കൊടുക്കില്ല പക്ഷേ നമ്മൾ ഉണ്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുക. അപ്പോൾ ഇത് കടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എറിഞ്ഞു കൊടുത്താൽ ഇത് ഓടിപ്പോയി കടിച്ചെടുത്തോളും. അതിന് ശേഷം നമ്മൾ പേര് അടുത്തോട്ട് വിളിച്ച് എന്തെങ്കിലും ഒരു ട്രീറ്റ് കൊടുത്ത് ഇവരുടെ വാങ്ങിക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഫെച്ച് നമുക്ക് കൊടുപ്പിക്കാം. പപ്പിക്കുട്ടൻ ഡയന തമ്മിൽ അടിയായിപ്പോയി. അങ്ങോട്ടോ പപ്പി കൊണ്ടോടാ, ഇങ്ങോട്ടോ ഡ്രോപ്പ് മിടുക്കൻ. നീ വിട് ഡയനക്ക് കളി മനസ്സിലായിട്ടില്ല, എടുത്തോണ്ട് വരണമെന്നുള്ള മനസ്സിലായി. ഡയന പപ്പി അവിടെ പോയിരുന്നേ, തന്നെ കയറിക്കേ. പപ്പി തന്നെ കയറുന്നേ. ഡയന ഓടിയോ എന്നാ മേടിക്ക്. എടുത്തോണ്ടോ ഓടിയോ ഡയന ഓടിയോ ആ ഡ്രോപ്പ്. അപ്പം നമ്മുടെ ഈ തുണി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ മേത്ത് ഉടക്കുന്നുണ്ട്. ആദ്യത്തെ സംഭവം 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്ക്. നമ്മൾ ഈ സാധനം അവർക്ക് വേണം എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരായിട്ട് കളിപ്പിച്ചു. അതിനുശേഷം എറിഞ്ഞു കൊടുത്തപ്പോൾ ഇവരത് പോയി കടിച്ചെടുത്തു. അപ്പോൾ അവരുടെ പേര് വിളിച്ചു. അപ്പോൾ ഇങ്ങോട്ട് ഓടിപ്പോന്നു.
അതിനുശേഷം ഡ്രോപ്പ് കമാൻഡ് പറഞ്ഞോ അല്ലെങ്കിൽ ഇങ്ങോട്ട് താന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഈ സാധനം നമ്മൾ വാങ്ങിച്ചെടുക്കും. അന്നേരം ഒരു ട്രീറ്റും കൊടുക്കും. അത്രേ ഉള്ളൂ ബേസിക്. ഈ സംഭവം വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നാടൻ ഡോഗിനെ സുഖമായിട്ട് ട്രെയിൻ ചെയ്യിക്കാം. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പോകെ നല്ല പെർഫെക്റ്റായിട്ട് സംഭവം ചെയ്തോളും. അപ്പോൾ ഡയനെ കൊണ്ട് നമുക്ക് ഒന്നോട്ട് ചെയ്യിച്ച് നോക്കാം. അപ്പം ആദ്യമേ ഒരു പിടപ്പും വെപ്രാളമൊക്കെ കാണും. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ടാസ്ക് എന്താണോ അതവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അത് റിഫൈനിങ് പെർഫെക്ഷൻ പിന്നീട് വരുത്തിയാൽ മതി. പിന്നെ പ്രാക്ടീസും ചെയ്യണം, എങ്കിൽ മാത്രമേ ഇവർ ഓർത്തിരിക്കത്തുള്ളൂ കേട്ടോ. ഈ കാണുന്ന എല്ലാ സംഭവവും നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഡയാന ഇത് എടുത്തുണ്ടോ കണ്ടില്ല, അവൾ കണ്ടില്ല അല്ലേ? ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. ഡയാന സംഭവം കണ്ടില്ല. ഡയാന എടുത്തുണ്ടോ ഓടിച്ചില്ല അങ്ങോട്ടോ. ഡയന ഓടിയാ ഡയന കൊണ്ടുവാ ഓടിക്കൊണ്ടോ എടുത്തുണ്ടോ ഡ്രോപ്പ് മേടിക്കി ഡ്രോപ്പ്. ഓക്കെ, ആ ഡ്രോപ്പൊക്കെ പറയുമ്പോൾ ഇച്ചിരി ഉറക്കെ പറഞ്ഞാലേ അവർ ആദ്യം അനുസരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും, കടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കുടഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എങ്ങനെയാണെങ്കിലും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, അവരുടെ അടുത്ത് വരണം. അടുത്ത് വരുമ്പോൾ നമ്മൾ ട്രീറ്റ് കൊടുക്കുക. അപ്പോൾ നാടൻപട്ടി വെറും ചാവാലിപ്പട്ടികളല്ല, നമുക്കിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാ ഇത് എടുത്തോണ്ടോ ഓടിച്ചില്ല ഇവിടെ കൊണ്ടോ ഓടിയോ ഇങ്ങോട്ട് കൊണ്ടുവാ ഓടി ഡയന ഓടി ഇങ്ങോട്ടോ മിടുക്കി. അപ്പോൾ ഈ തുണിക്ക് പകരം ഇത് ചവിട്ടി വീടാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതിന് പകരം നമ്മളൊരു ചകിരിത്തണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോയ് വാങ്ങിച്ചാലും മതി. അപ്പോൾ ടോയ് വെച്ചിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇത്രയുള്ള സംഭവം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത കമാൻഡുമായിട്ട് നാടൻ ഡോഗിൻ്റെ മറ്റൊരു ട്രിക്കുമായിട്ട് നമുക്ക് കാണാം. ഇതൊരു വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഡയന ബാ ഡയനങ്ങ് വന്നേ ബാ കൂട്ടി കയറിക്കേ അകത്ത് കയറിക്കേ. ഉണ്ടോ കൂടിനകത്ത് കയറ്റാനൊക്കെ ഈ ട്രിക്ക് തന്നെ വെച്ച് നമുക്ക് ചെയ്യിക്കാം കേട്ടോ. ബാ പുറത്തിറങ്ങ ഇവിടെ വാ ഡയന വന്നേ. എന്നാ കറങ്ങിക്കേ ഇവിടെ വന്ന് കറങ്ങിക്കേ ആ മിടുക്കി. നമുക്കൊന്ന് ചാടിയാലോ? ഇപ്പോൾ നമുക്ക് ഹൂപ്പ് ജമ്പ് ചെയ്യുമെന്ന് നോക്കാം. ഡയന ചാടിക്കേ ആ മിടുക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയന ഡയനക്ക് അപ്പുറത്ത് പപ്പിയുടെ തീറ്റ തിന്നാൻ വേണ്ടി പോയതാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കൂട്ടുകാരെ വീണ്ടും കാണാം. ഞാൻ പോയില്ലായിരുന്നു, ഈ ട്രെയിനിങ് കണ്ടെങ്കിൽ ഇരുന്ന് പോയി. ഇനി വേണം ഇറങ്ങി പോകാൻ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട, നിങ്ങൾക്ക് ഇനി അടുത്ത് കാണേണ്ട വീഡിയോസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി കൂട്ടുകാരെ, ടാറ്റാ.